ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ അൽഫോൻസാമയോട് ചേർന്ന് ദിവ്യകാരുണ്യ ആരാധനയുടെ 5-ാം ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. സ്നേഹത്തിൽ അലിയിച്ച സഹനത്തിൻ്റെ സമ്പാദ്യവുമായി ദൈവിക സന്നിധിയിലേക്ക് പറന്നുയർന്ന വിശുദ്ധ അൽഫോൻസാമയുടെ പരസ്നേഹത്തെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. പൗലോസ്ലീഹ ഇപ്രകാരം പറയുന്നുണ്ട്: സ്നേഹമാണ് സർവോത്കൃഷ്ടം. യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം ഇപ്രകാരം കാണുന്നു: ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ, അതുമൂലം നിങ്ങൾ എൻ്റെ ശിഷ്യരാണെന്ന് ലോകം അറിയും. ഈ 2 തിരുവചസ്സുകളും സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പരിശ്രമിച്ചവളാണ്, അത് നിറവേറ്റിയവളുമാണ് വിശുദ്ധ അൽഫോൻസ. ഭരണജ്ഞാനം മഠത്തിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ വെറും 36 വയസ്സ് മാത്രം പ്രായമായ യുവകന്യക തൻ്റെ ജീവിതകാലത്തിൻ്റെ ഒരു നല്ല ഭാഗം മുഴുവനും ആ 4 ചുവരുകളിലായിരുന്നു കൊണ്ട് ആരാരും അറിയപ്പെടാതെ ജീവിച്ചു തീർത്തു. എന്നാൽ 2008 ഒക്ടോബർ 12-ാം തീയതി സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ തടിച്ചുകൂടിയ ജനമധ്യത്തിൽ ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ട അൽഫോൻസായെ വിശുദ്ധ അൽഫോൻസയായി എടുത്തുയർത്തുന്നുണ്ട്. അവളുടെ ആരാരും അറിയപ്പെടാത്ത ആ ജീവിതത്തിന് ദൈവം വിലയിടുകയല്ലേ പ്രിയപ്പെട്ടവരെ? മികച്ചതായി ഒന്നും ചെയ്യുവാൻ അൽഫോൻസയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ അൽഫോൻസയ്ക്ക് ഒരു നല്ല നായികയാകാൻ സാധിക്കുമായിരുന്നു, ഏറ്റവും പ്രഗത്ഭരായ എഴുത്തുകാരിയാകാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഇതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി ദൈവിക സ്നേഹത്തെ അനുഭവിക്കുവാൻ വേണ്ടി കടന്നു വന്നപ്പോൾ അൽഫോൻസാമയ്ക്ക് ലഭിച്ചത് ഇത്രമാത്രമാണ്. എല്ലാവരും നോക്കുമ്പോൾ ഈ ലോകത്തിൽ ഒന്നും ലഭിച്ചിട്ടില്ല, ഒന്നും ബാക്കി വച്ചിട്ടില്ല എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ വിശുദ്ധ അൽഫോൻസാമയ്ക്ക് ദൈവം വിലയിടുകയായിരുന്നു. ഒന്ന് ഓർത്തു നോക്കിക്കേ, വലിയ കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. മറ്റുള്ളവരെ തന്നേക്കാൾ വലുതായി കണ്ടു. ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്തു. ഇതിനപ്പുറമായി വിശുദ്ധ അൽഫോൻസായ്ക്ക് യാതൊന്നും തന്നെ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ദൈവം എപ്രകാരമാണോ മനുഷ്യരെ സ്നേഹിച്ചത്, ആ ദൈവസ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ ശ്രമിച്ചു. സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ക്രിസ്തുവിൻ്റെ ഹൃദയവിശാലത. ഒറ്റിക്കൊടുത്തവനെയും തള്ളിപ്പറഞ്ഞവനെയും ക്രൂശിച്ചവനെയെല്ലാം തൻ്റെ ചങ്കോട് ചേർത്തുകൊണ്ട് അവരോടൊപ്പം ചരിക്കുവാൻ ശ്രമിച്ച യേശുക്രിസ്തുവിനെ, ആ യേശുക്രിസ്തുവിനെ മാതൃകയാക്കിക്കൊണ്ട് തൻ്റെ ചുറ്റുമുള്ള സാഹചര്യങ്ങളെ, തന്നോട് ബന്ധപ്പെടുന്നവരെ, തനിക്കെതിരായി സംസാരിക്കുന്നവരെ, തന്നോട് മുഖം കറുപ്പിക്കുന്നവരെയെല്ലാം ചേർത്ത് നിർത്താൻ, അവരെയെല്ലാം ഹൃദയത്തിലാക്കുവാൻ, ദൈവിക സ്നേഹം പകർന്നു കൊടുക്കുവാൻ, ദൈവിക സ്നേഹത്തിൻ്റെ മധുരിമ അവർക്കും കൂടെ ആസ്വദിക്കുവാനായിട്ട് വിശുദ്ധ അൽഫോൻസ അവസരമൊരുക്കുകയായിരുന്നു. നമുക്ക് കൂടെയുള്ളവരെ സ്നേഹിക്കാൻ നമുക്ക് എളുപ്പമാണ്. നമ്മളോട് കൂട്ടുകൂടുന്നവരെ, നമ്മളോടൊപ്പം ആയിരിക്കുന്നവരെ, നമ്മളോടൊപ്പം ചരിക്കുന്നവരെയൊക്കെ സ്നേഹം കൊടുക്കുവാനും അവർക്ക് ആവശ്യമുള്ളതെല്ലാം പകർന്നു നൽകാനൊക്കെ നമുക്ക് എളുപ്പമാണ്. പക്ഷേ എൻ്റെ സൗഹൃദ വലയത്തിൽ നിന്ന് ഞാൻ മാറ്റി നിർത്തുന്ന ഒത്തിരി പേരുണ്ട്. അവരോടൊക്കെ സ്നേഹപൂർവ്വം ഒന്ന് സംസാരിക്കാൻ, അവരോടൊരു സോറി പറയാൻ, അതൊക്കെ എനിക്ക് ഏറെ പ്രയാസകരമായ കാര്യമാണ്. അവിടെയാണ് വിശുദ്ധ അൽഫോൻസ ഇന്ന് എനിക്കും നിങ്ങൾക്കും ഒരു വെല്ലുവിളി ഉയർത്തുന്നത്. അവിടെയാണ് ദൈവിക സ്നേഹത്തിൻ്റെ പകർന്നൊഴുക്കൽ വിശുദ്ധ അൽഫോൻസ അനേകരിലേക്ക് പകർന്നു നൽകിയത്. പ്രിയപ്പെട്ടവരെ, നാം ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ നമുക്കൊരു നോവുണ്ട്. നമുക്കെതിരായിട്ടുള്ളവരെ നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിക്കുമ്പോൾ, അവരോടും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാതെ പറയുമ്പോൾ ഞാൻ എടുക്കുന്ന ഒരു നോവുണ്ട്. ആ ഒരു നോവ് ഏറ്റെടുക്കാൻ, ദൈവസ്നേഹത്തെ പ്രതി ഏറ്റെടുക്കുവാൻ വിശുദ്ധ അൽഫോൻസയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ്. അൽഫോൻസ ഏറ്റെടുത്ത ആ നോവ് ഏറ്റെടുത്തുകൊണ്ട് അപരൻ്റെ ശിരസിൽ സ്നേഹത്തിൻ്റെ തീക്കനലുകൾ കൂട്ടുവാനും അൽഫോൻസയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഇന്ന് എനിക്കും നിനക്കും മുൻപിൽ ഈ ഒരു വെല്ലുവിളി അൽഫോൻസ ഉയർത്തുമ്പോൾ ചിന്തിക്കണം, എനിക്ക് ചുറ്റുമുള്ളവരെ, എൻ്റെ സാഹചര്യങ്ങൾക്ക് അപ്പുറമുള്ളവരെ, ഒരുപക്ഷെ എനിക്കെതിരായി സംസാരിക്കുന്നവരെയൊക്കെ നോവോടുകൂടെ ചേർത്ത് പിടിക്കുവാൻ,
അവരെയും കൂടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത്. ഇത് സാധിക്കുമ്പോൾ മാത്രമാണ് എന്നിലും അവരിലും ക്രിസ്തു ജനിക്കുവാനായിട്ട് ഇടയാകുന്നത്. അങ്ങനെ അനേകരിൽ ക്രിസ്തുവിനെ ജനിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് വിശുദ്ധ അൽഫോൻസാമയോടെ ചേർന്ന് ദിവ്യകാരുണ്യ ആരാധനയുടെ ഈ ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കാം. ഈ സമയം ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നേരവും സ്തുതി ആരാധന. ആരാധന 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 ആരാധന. ദൈവമേ നിൻ പാദേ സർവമർപ്പിച്ചേകാം, എന്നേരവും സ്തുതി ആരാധന. കൺകുളിർക്കെ കാണാം, മനം തുറന്നേകാം, എന്നേരവും സ്തുതി ആരാധന. എല്ലാം എല്ലാം അറിയും എൻ്റെ തമ്പുരാനെ, എന്നേരവും സ്തുതി ആരാധന. ആരാധന പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ ജീവിതത്തിൻ്റെ സൗഭാഗ്യമേ, എന്നാത്മാവിൻ സായുജ്യമേ. എൻ ജീവിതത്തിൻ്റെ സൗഭാഗ്യമേ, എന്നാത്മാവിൻ സായുജ്യമേ. ഒരു നാളിലും പിരിയാത്ത എൻ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. ആരാധന ഗീതം പാടാം, ആ തിരുനാമത്തെ വാഴ്ത്താം. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേക്കൊരായിരം സ്തോത്രമേകാം. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേക്കൊരായിരം സ്തോത്രമേകാം. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മെ ഓരോരുത്തരെയും പൂർണ്ണമായി അറിയുന്ന, അത്യധികമായി സ്നേഹിക്കുന്ന പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ അൽഫോൻസാമയുടെ നൊവേനയുടെ 5-ാം ദിവസത്തെ ആരാധനയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ദിവ്യകാരുണ്യനാഥനിലേക്ക് നമുക്ക് ഉറ്റുനോക്കാം. ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ, അവിടുന്ന് നമ്മോടൊത്തു വസിക്കുന്നു, നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. സകലവൃന്ദം മാലാഖവൃന്ദങ്ങളോടുകൂടെ പാവനമായ ഈ അൾത്താരയിൽ നമുക്ക് മുൻപിൽ
ചെറിയ ഓസ്തിയിൽ എന്നെയും നിന്നെയും നോക്കിക്കൊണ്ട് ഈശോ ഇതാ തുടിച്ചുകൊണ്ടിരിക്കുന്നു. ആ വലിയ കാരുണ്യത്തെ, ദിവ്യകാരുണ്യത്തെ നമുക്ക് ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഒപ്പമായിരിക്കാൻ അവിടുന്ന് ഇത്രത്തോളം ചെറുതായി. തിരുവചനം ഇപ്രകാരം പറയുന്നു: എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവപിതാവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിഫലനമായി ഈ കൊച്ചരുളിക്കായി നമുക്ക് മുൻപിൽ ദിവ്യനാഥൻ ആഗതനാകുമ്പോൾ നമുക്ക് നമ്മെ തന്നെ അവിടുത്തെ തിരുമുൻപിൽ സമർപ്പിക്കാം. എൻ്റെ ഹൃദയവും എൻ്റെ മനസ്സും എൻ്റെ ശരീരവും എല്ലാം അവിടുത്തെ തിരുമുൻപിൽ നമുക്ക് അടിയറ വയ്ക്കാം. ഓ പ്രിയ യേശുവേ, അങ്ങയുടെ തിരുമുൻപിലായിരിക്കുമ്പോൾ ഞങ്ങളെയും ഞങ്ങളെ മുഴുവനെയും ഞങ്ങൾക്കുള്ള സകലവും ഇതാ നിന്റെ മുൻപിൽ അടിയറ വെച്ചുകൊണ്ട് ഒന്നുമില്ലാത്തവനായി നിന്റെ തിരുസന്നിധിയിൽ ഞങ്ങൾ അണഞ്ഞിരിക്കുകയാണ്. ഞങ്ങളെ തന്നെ പൂർണ്ണമായി എടുത്തുകൊള്ളുക. നിന്റെ ദൈവിക സ്നേഹത്താൽ ഈ നിമിഷങ്ങളെ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കുക. സങ്കീർത്തകൻ ഇപ്രകാരം പറയുന്നു: അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും കർത്താവ് നിന്നെ കൈക്കൊള്ളും. ഈ സമയം ദിവ്യകാരുണ്യ സന്നിധിയിലായിരുന്നു കൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാം. ദൈവസ്നേഹം ഒരു നാളും മാറുകില്ല, ദൈവനാമം ഒരു നാളും മറയുകില്ല. ദൈവസ്നേഹം ഒരു നാളും മാറുകില്ല, ദൈവനാമം ഒരു നാളും മറയുകില്ല. പൊന്നോമനേ നീ എന്നുള്ളം കയ്യിൽ താരാട്ടു പാടാമി ദൈവം, എന്നെ കൈപിടിച്ചു നടത്താമി ദൈവം. ദൈവസ്നേഹം ഒരു നാളും മാറുകില്ല, ദൈവനാമം ഒരു നാളും മറയുകില്ല. എല്ലാരും നിന്നെ വെറുത്താലും മകനെ, ദൈവകരം നിന്നോടു കൂടെ. എല്ലാരും നിന്നെ കൈവിട്ടാലും മകളെ, ദൈവകരം കരുതാനായി കൂടെ. മനമുയർത്തൂ നീ തിരുസന്നിധി, മനമുയർത്തൂ നീ തിരുസന്നിധി. ക്ഷമ നൽകിടൂ സന്തോഷമായി, ദൈവസ്നേഹം ഒരു നാളും മാറുകില്ല, ദൈവനാമം ഒരു നാളും മറയുകില്ല. പൊന്നോമനേ നീ എന്നുള്ളം കയ്യിൽ താരാട്ടു പാടാമി ദൈവം, നിന്നെ കൈപിടിച്ചു നടത്താമി ദൈവം. ദൈവസ്നേഹം ഒരു നാളും മാറുകില്ല, ദൈവനാമം ഒരു നാളും മറയുകില്ല.
വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം നാം കണ്ടുമുട്ടുന്ന ഒരു വ്യക്തിയുണ്ട്, സക്കേവൂസ്. ദൈവത്തെ തൊട്ടവരും ദൈവം തൊട്ടവരും അവർക്ക് അടങ്ങിയിരിക്കാൻ സാധിക്കുകയില്ല. ദൈവിക സ്പർശനത്തിൻ്റെ, ദൈവിക സ്നേഹത്തിൻ്റെ ആ ജ്വലനം അത് മറ്റുള്ളവരിലേക്ക് അവർ പ്രവഹിപ്പിക്കും. ജെറീക്കോയുടെ തെരുവീഥിയിലൂടെ ഈശോ കടന്നു പോകുന്ന സമയം ഈശോയെ കാണുവാൻ സക്കേവൂസ് സിക്കമൂർ മരത്തിലേക്ക് കയറുന്നു. ഈശോ ആരാണെന്ന് കാണാനേ സക്കേവൂസ് ആഗ്രഹിച്ചുള്ളൂ. എന്നാൽ സക്കേവൂസിനെ അറിഞ്ഞ ദൈവം ആ സിക്കമൂർ മരത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട്, സക്കേവൂസേ, നീ ഇറങ്ങി വരിക എന്ന് പറയുന്നു. ഞാൻ അറിയുന്നതിന് മുൻപേ എന്നെ അറിയുന്ന ഒരു ദൈവം. ആ ദൈവത്തിന് മുൻപിലാണ് ഞാൻ ആയിരിക്കുന്നത്. എൻ്റെ ജീവിതം എന്താണെന്നും എൻ്റെ ജീവിത സാഹചര്യങ്ങൾ എന്താണെന്നും എൻ്റെ ജീവിത അവസ്ഥകൾ എന്താണെന്നും അവന് കൃത്യമായി അറിയാം. വചനം ഇപ്രകാരം പറയുന്നില്ലേ, നിന്റെ ഓരോ മുടിയിഴകളും എണ്ണപ്പെട്ടിരിക്കുന്നുവെന്ന്. ഈ ലോകത്തില് മറ്റാർക്കും എന്നെയോ നിന്നെയോ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല, ദൈവത്തിന് മാത്രം. ആ തിരുനാഥന്റെ മുൻപിൽ നമുക്കായിരിക്കുമ്പോൾ ഈ ദൈവിക സ്പർശനത്തിൻ്റെ ജ്വലനമേറ്റ വിശുദ്ധ അൽഫോൻസായും നമുക്ക് മുൻപിൽ മാതൃകയായി നിൽക്കുകയാണ്. ഈ ദൈവിക സ്നേഹമാണ് അവളായിരുന്ന സാഹചര്യങ്ങളിൽ തൻ്റെ സഹോദരങ്ങളിലേക്ക് അവൾ ഒഴുക്കിയത്. ഈ ദൈവിക സ്നേഹത്തിൻ്റെ നീർച്ചാലാണ് അവൾ കണ്ടുമുട്ടവരിലേക്ക് ഒഴുക്കിയത്. ഈശോയെ, നിന്നെ അറിയുവാനും നിന്നെ അനുഭവിക്കുവാനും അനുഭവിച്ച നിന്റെ സ്നേഹത്തെ അനേകരിലേക്ക് ഒഴുക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ. ഈശോയുടെ സ്നേഹത്തിലായിരിക്കുമ്പോൾ മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ സ്നേഹം മറ്റുള്ളവർക്ക് മുറിച്ചു വിളമ്പുവാൻ, ഞാനില്ലാതായി തീർന്ന് അങ്ങയെ കൊടുക്കുവാൻ, എന്നെ പൂർണ്ണമായി മാറ്റിവെക്കുവാൻ ഈശോയെ കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഭരണങ്ങാനം മഠത്തിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒന്നിനും വയ്യാതെ കിടക്കുമ്പോൾ 36 വയസ്സ് മാത്രം പ്രായമായ ആ കന്യാസ്ത്രീ ഈ ലോകം മുഴുവനെയും അറിയിച്ചത് സ്നേഹത്തിൻ്റെ സുവിശേഷമായിരുന്നു. ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, എനിക്കൊന്നിനും പറ്റുന്നില്ല, നിരാശയിൽ കഴിയുന്ന ഒത്തിരി മക്കളുണ്ട്. പക്ഷേ ഒരു നിരാശയിലേക്കോ വേദനകളിലേക്കോ താണു പോകാതെ അൽഫോൻസ സ്നേഹിച്ചു, മരണം വരെ സ്നേഹിച്ചു. ആ സ്നേഹമാണ്, ആ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ് ഇന്നും ഈ ലോകം മുഴുവനുള്ള എല്ലാ ജനതകളിലേക്കും അവൾ പകർന്നു കൊടുത്തത്. നമുക്കും പ്രാർത്ഥിക്കാം.
സ്നേഹരഹിതമായ ഒത്തിരി അവസ്ഥകൾ എൻ്റെ ജീവിതത്തിലുണ്ടാകാം. ഒത്തിരി സഹോദരങ്ങളെ സ്നേഹിക്കാൻ പറ്റാതെ നാം മാറ്റി നിർത്തിയിട്ടുണ്ടാവാം. അവരിലേക്ക് കടന്നു ചെല്ലുവാൻ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ എന്നിലുണ്ടാകാം. അതെല്ലാം ദൈവിക സന്നിധിയിലേക്ക് നമുക്ക് പകർന്നു കൊടുക്കാം. ദൈവമേ, എൻ്റെ നിസ്വാർത്ഥമായ സ്നേഹമാക്കി മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നിലെ സ്വാർത്ഥതയെയും കളങ്കവുമെല്ലാം അകറ്റിക്കളഞ്ഞ് അങ്ങയുടെ ശുദ്ധമായ കലർപ്പില്ലാത്ത സ്നേഹം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക് ചൊരിയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നീ മാത്രം മതി. വേറെ ആരെയും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഒരു നിമിഷം മൗനമായിരുന്നു കൊണ്ട് നമുക്ക് ആ ഈരടി ആവർത്തിച്ചു കൊണ്ടിരിക്കാം. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. ദൈവത്തിന് നിന്നെ മാത്രം മതി. നിന്റെ ഇന്നലകളെയോ നിന്റെ കുറവുകളെയോ നിന്റെ ബലഹീനതകളോ ഒന്നും അവിടത്തേക്ക് ആവശ്യമില്ല. അവിടുന്ന് ചോദിക്കുന്നത് ഒന്നു മാത്രമാണ്: നീ എന്നെ സ്നേഹിക്കുന്നുവോ? നീ എന്നെ മറ്റാരേക്കാളും ഉപരിയായി സ്നേഹിക്കുന്നുവോ? നീ എന്നെ മറ്റെന്തിനേക്കാളും ഉപരിയായി സ്നേഹിക്കുന്നുവോ? അന്ന് തിബേരിയാസ് കടൽ തീരത്ത് വെച്ച് അവിടുന്ന് പത്രോസിനോടും ഇതേ ചോദ്യമല്ലേ ചോദിച്ചത്? അതിന്നും ആവർത്തിക്കപ്പെടുകയാണ്. എന്നോടും നിന്നോടും ഒന്നു മാത്രമേ അവിടുന്ന് ആവശ്യപ്പെടുന്നുള്ളൂ: ഞാൻ എങ്ങനെയാണോ നിന്നെ സ്നേഹിച്ചത് അതുപോലെ തന്നെ മറ്റുള്ളവരെയും സ്നേഹിക്കുക എന്നത്. ഈശോയെ, നീ കലർപ്പില്ലാതെ മറ്റുള്ളവരെ സ്നേഹിച്ചതുപോലെ, മറ്റുള്ളവരെ തൻ്റെ ഹൃദയത്തിലേക്ക് കൂട്ടിയതുപോലെ, ആരെയും അവഗണിക്കാത്തതുപോലെ, എല്ലാവർക്കും നിന്റെ ഹൃദയത്തിലൊരു ഇടമുണ്ടായിരുന്നല്ലോ. ഈശോയെ, ആ ഒരു കലർപ്പില്ലാത്ത സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്കും ചൊരിയണമേ. ആ സ്നേഹത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ട് ഈ സമയം നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവർ
ശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തനമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യം സ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.